ഇതാണ് ജീവിതം. ചിലപ്പോഴൊക്കെ ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് ഞങ്ങൾ കൂടുതൽ ജോലിയിൽ ശ്രദ്ധിച്ചു തുടങ്ങി. റഫീഖാണെങ്കിൽ വീണ്ടും വീണ്ടും ആൾക്കാരെ പറ്റിച്ച് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. പണ്ടേതോ സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ പോലെ ഒന്നോർത്താൽ ഇങ്ങനെയൊക്കെ തന്നെയല്ല എല്ലാവരുടെയും കാര്യം. എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, എന്തെല്ലാം സ്വപ്നങ്ങളാണ് നമുക്കൊക്കെ. എല്ലാം നേടിയത് ആരാണ് ഇവിടെ? ചിലതൊക്കെ നടക്കും, ബാക്കി ചിലത് എന്നേലും നടക്കുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ജീവിക്കും. Sometimes it's like it's like a butterfly. If you're trying to catch a butterfly, they're really hard to catch. But if you just turn your attention to other things and just relax and enjoy life, sometimes the butterfly will just come and sit on your shoulder. You know what I mean? So if you want something so bad, sometimes you push it away. But if you just do the hard work, enjoy the journey along the way, then sometimes it'll just come and fall in your lap. You need to shake your hand for that. It was a great one. I really enjoyed that. ഇതാരും ഇപ്പോൾ വിളിക്കുന്നത്. ഹലോ ഹലോ, മിസ്റ്റർ നിവിൻ അല്ലേ? ആ അതെ, നിവിനാണ്. ഞാൻ ഷമീർ മേത്തല, ഒരു ഫിലിം ഡയറക്ടറാണ്. 3-4 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അറിയാലേ. ഞാൻ വിളിച്ചത്, ഞങ്ങൾ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദുബായാണ് ലൊക്കേഷൻ. പുതുമുകളെ വെച്ചാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട് മിസ്റ്റർ മുനീർ ഞങ്ങൾക്ക് നിവിൻ്റെ കുറച്ച് വീഡിയോ അയച്ചു തന്നായിരുന്നു. ഞങ്ങൾക്ക് കണ്ടപ്പോൾ അത് ഓക്കെ ആയിട്ട് തോന്നി. ഞങ്ങളിപ്പോൾ ദുബായിലുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ലൊക്കേഷൻ നിവിനേക്കാം. ഞങ്ങൾ വന്നൊന്ന് മീറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ നിങ്ങളുടെ ആ ചങ്ങായിനോട് പറഞ്ഞേക്ക് നിങ്ങളുടെ വീഡിയോ ഒന്ന് ഇനി എനിക്ക് അയച്ചു തരേണ്ടത്. ഞാൻ പറയാം സർ. അപ്പോൾ നിവിൻ, ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആയില്ല എന്ന് വിചാരിച്ചോളൂ. സീ യു, ബൈ. മുനീറേ, ഒന്നൂടെ തുടങ്ങാമിനി, പിന്നെത്തിപ്പിടിക്കാമിനി. മടക്കി വെച്ച ആ സ്വപ്നം ഞങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങി. നടക്കുമെന്നേ, നടക്കാതെ ഇവിടെ പോകാൻ. ഇനി ഇതെല്ലാം ഒരു സ്വപ്നമാണെങ്കിൽ, let me dream this forever.